നിങ്ങളൊരു കുക്ക് ആവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കാം. ഫുഡ് ഉണ്ടാക്കുന്ന ഒരാള് നിങ്ങൾ യൂട്യൂബിൽ നോക്കിയിട്ട് ഒരു വീട്ടിനകത്ത് തന്നെ ഇരുന്നിട്ട് യൂട്യൂബിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിയിട്ട് ഉപ്പും മധുരമൊക്കെ ഗ്രാമൊക്കെ അളന്നിട്ട് കുക്ക് ആവാൻ വേണ്ടി തീരുമാനിച്ചു. മറ്റൊരാള് അയാളുടെ ആ ഒരു കംഫർട്ട് സോണും വിട്ട് ഒരു ഷെഫിന്റെ കൂടെ പോയി അയാൾ ചെയ്യുന്നതൊക്കെ കണ്ടുപഠിച്ച് അയാളുടെ അസിസ്റ്റന്റായി നിന്നിട്ടും ആവാൻ വേണ്ടി തീരുമാനിച്ചു. ഇവിടെ 2 കുക്കുകളുണ്ടാവും. പക്ഷെ ഏറ്റവും മികച്ച കുക്കാവ് ആരായിരിക്കും? രണ്ടാമത്തെ ആളായിരിക്കില്ല. ഈ ഷെഫിന്റെ കൂടെ പോയ ഒന്നാമത്തെ ആൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും പാളിപ്പോയി കഴിഞ്ഞാൽ അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പോലും അറിയാൻ പറ്റില്ല. പക്ഷെ രണ്ടാമത്തെ ആൾക്ക്, ഈ ഷെഫിന്റെ കൂടെ പോയ ആൾക്ക്, എന്ത് പാളിപ്പോയി കഴിഞ്ഞാലും എങ്ങനെ വേണമെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് ആ ഡിഷ് അടിപൊളിയാക്കി കൊണ്ടുവരാനുള്ള കഴിവുണ്ടാവും. അത് ജീവിതമായിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. നമ്മൾ വീട്ടിനകത്ത് ഇരുന്നും അങ്ങനെയൊക്കെ ജീവിതം പഠിക്കുന്ന സമയത്ത്, നമ്മളൊരു കംഫർട്ട് സോണിന്റെ അകത്തിരുന്ന് പഠിക്കുന്ന സമയത്ത് ജീവിതം ഒരു മെക്കാനിക്കൽ പ്രോസസ്സിലൂടെ ആയിരിക്കും പോവുക. നേരെ മറിച്ച് നിങ്ങൾ അറിഞ്ഞ് പഠിക്കാൻ, എക്സ്പീരിയൻസ്ഡ് ആയിട്ട് പഠിക്കാൻ, ഒബ്സർവ് ചെയ്ത് പഠിക്കാൻ വേണ്ടി നിങ്ങളുടെ കംഫർട്ട് സോൺ വിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ എവിടെയും വീഴില്ല. സക്സസ് ആയ ആൾക്കാർ പറയും മറ്റേ ഗ്രാറ്റിറ്റ്യൂഡ് വേണം, ആപ്റ്റിറ്റ്യൂഡ് വേണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് പല പോയിന്റുകൾ തരും. ആ പോയിന്റുകൾ നിങ്ങൾ വായിച്ച് പഠിക്കുകയും എഴുതി പഠിക്കുകയും വീഡിയോ കണ്ട് പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ്ലി ഗ്രാബ് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു സാധനം കംഫർട്ട് സോൺ വിട്ട് പുറത്തേക്ക് ഇറങ്ങുക. Then start to decide your future and start to explore your world.